നമസ്കാരം. ഇസ്രായേലിനെ ഉപദ്രവിച്ചിട്ട് സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നവരോളം മണ്ടന്മാർ ഈ ലോകത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ അത്തരത്തിലൊരു മണ്ടത്തരമായിരുന്നു ഹമാസ് ഒക്ടോബർ 7 നടത്തിയത്. വല്ലപ്പോഴുമൊക്കെ ചില കളിയായുധങ്ങൾ ഇസ്രായേലിന്റെ മതിലിനു പുറത്തേക്ക് എറിയുമെന്നതൊഴിച്ചാൽ വേറെ പണിയൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു നമ്മുടെ ഹമാസ് നേതാക്കൾ. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെയൊരു ആന മണ്ടത്തര ബുദ്ധി തോന്നിയത്. അത് പറഞ്ഞു കൊടുത്തവൻ ആരായാലും അവർക്കൊരു നാമോവാകം പറയുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഇറാനിലെ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഹനിയയെ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പോഴിതാ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് കൊലയ്ക്ക് പിന്നിലെന്നും കൊലയാളികളിൽ ഒരാൾ ഭാരത വംശനായ അമിത് നാഗേഷ് ആണെന്നും വരെ തുർക്കി മാധ്യമം അങ്ങ് തട്ടിവിട്ടിരിക്കുകയാണ്. ഹനിയെ വധിക്കാൻ മൊസാദ് 2 ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തെന്ന് നേരത്തെ ടെലഗ്രാഫ് അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ പിൻപറ്റി ഇതിൽ ഒരാൾ ഇന്ത്യയിൽ വേരുകളുള്ള അമിത് നാഗേഷ് ആണെന്നായിരുന്നു തുർക്കിയിലെ മാധ്യമങ്ങൾ അങ്ങ് തട്ടിവിട്ടത്. കൊലപാതകി എന്നർത്ഥം വരുന്ന ഹമിദ് നാഗേഷ് എന്ന ഹീബ്രു വാക്കാണ് തുർക്കി മാധ്യമങ്ങൾക്ക് മുന്നിൽ കീറാമുട്ടിയായത്. ഇതിനെ അമിത് നാഗേഷ് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. തെറ്റ് മനസ്സിലാക്കിയ മാധ്യമങ്ങൾ പിന്നീട് തിരുത്തിയെങ്കിലും സ്ക്രീൻഷോട്ടുകൾ ഇപ്പോഴും പ്രചരിക്കുകയാണ്. എന്തായാലും സത്യം പുറത്തായതോടെ തകർന്നത് തുർക്കി മാധ്യമങ്ങളുടെ വിശ്വാസ്യത കൂടിയാണ്. എന്നാൽ ചില മലയാള മാധ്യമങ്ങളും സമാന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത്. ആദ്യം റോക്കറ്റ് ആക്രമണമാണ് നടന്നതെന്ന് കരുതിയതെങ്കിലും പിന്നീടാണ് ഹനിയ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥാപിച്ച ഒരു ബോംബാണ് ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് മനസ്സിലായത്. ഈ കൊലപാതക ആസൂത്രണവും നടപ്പാക്കലും ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച മിലിറ്ററി ഓപ്പറേഷനുകളിൽ ഒന്നായിട്ടാണ് കരുതപ്പെടുന്നതും. ഇപ്പോഴും ഇസ്രായേൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെങ്കിലും ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് എല്ലാവർക്കും അറിയാം. ടെഹ്റാനിലെ ഒരു ഇറാനിയൻ സർക്കാർ ഔദ്യോഗിക വസതിയിലെ കിടപ്പുമുറിയിൽ മുൻകൂട്ടി സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം ഹനിയയെ വധിച്ചത്. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നത്. പരിഭ്രാന്തരായ ബിൽഡിംഗ് സ്റ്റാഫ് അംഗങ്ങൾ ഹനിയയും അംഗരക്ഷകരും താമസിച്ചിരുന്ന മുറിയിലേക്ക് ഓടിയെത്തിയിരുന്നു. എന്നാൽ നൊടിയിട കൊണ്ട് എല്ലാം അവസാനിച്ചിരുന്നു. കോമ്പൗണ്ടിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന മെഡിക്കൽ സംഘം ഉടൻ തന്നെ ഓടിയെത്തിയെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായില്ല. അവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മുടെ ഹനിയ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചത്. അംഗരക്ഷകനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അയാളും പക്ഷേ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അതേസമയം ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇറാന്റെ കോട്ടയ്ക്കകത്ത് ഒരു സ്ഫോടക വസ്തു സ്ഥാപിച്ചു എന്നത് ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ വരെ ആഴത്തിൽ നുഴഞ്ഞു കയറാനുള്ള മൊസാദിന്റെ കഴിവാണ് വ്യക്തമാകുന്നത്. ഇതുകൂടാതെ ഇറാനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെയും സുരക്ഷാ സംവിധാനത്തിലെയും പോരായ്മകൾ ഈ സ്ഫോടനത്തോടെ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ശ്രദ്ധേയ വസ്തുതയായി ലോക മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേൽ ആക്രമണത്തിന് പ്രദേശവാസികൾ നൽകിയിട്ടുണ്ടാകുന്ന സഹകരണമാണ്. ഈ ഒരു സ്ഫോടനം ഒരിക്കലും നാട്ടുകാരുടെ ഒരു ഇടപെടലും ഇല്ലാതെ നടത്താനാവില്ല. എന്തായാലും പൊതുജനങ്ങൾക്കിടയിൽ ഇറാനിയൻ ഭരണകൂടത്തിനെതിരെ ഉയർന്ന അതൃപ്തിയാണ് ഇത് തെളിയിക്കുന്നത് തന്നെ. നിലവിലെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ചില ഇറാനികൾ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി പോലും ഇസ്രായേലിനൊപ്പം ചേരാൻ തയ്യാറാണ് എന്നത് നമുക്കൊരിക്കലും നിസ്സാരമായി കാണാനുമാകില്ല. വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.